വിവാദങ്ങൾക്കിടയിൽ വിവിധ പരീക്ഷകളുടെ ഉത്തരക്കടലാസുകൾ നശിപ്പിക്കാനുള്ള PSCയുടെ നടപടിയിൽ പ്രതിഷേധങ്ങൾ കനക്കുകയാണ്. 642 കാറ്റഗറികളിലെ പരീക്ഷകളുടെ ഉത്തരക്കടലാസാണ് നശിപ്പിക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച വേളയിലാണ് ഈ നീക്കം എന്നതും ശ്രദ്ധേയമാണ്. PSC ആസൂത്രണ ബോർഡ് നിയമന തട്ടിപ്പ് വിവാദങ്ങൾക്കിടയിൽ വിവിധ പരീക്ഷകളുടെ ഉത്തരക്കടലാസുകൾ റദ്ദാക്കാനുള്ള ഉത്തരവുമായി PSC രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ ഉത്തരവിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. അതായത് ഇത്തരത്തിൽ ഈ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഉത്തരക്കടലാസുകൾ അടക്കം നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നു. അതിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും പ്രതിഷേധങ്ങളുമാണ് ഉയരുന്നത്. ഇത്തരത്തിൽ 642 വിവിധ പരീക്ഷകളുടെ ഉത്തരക്കടലാസുകളാണ് ഇത്തരത്തിൽ റദ്ദാക്കുന്നത്. 2023 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച തസ്തികകളുടെയും അവയുടെ കൂടെ പൊതുപരീക്ഷ നടത്തിയിട്ടുള്ള തസ്തികകളുടെയും ഉൾപ്പെടെ തുടർ നടപടികൾ ആവശ്യമില്ലാത്ത OMR വിവരാത്മക പരീക്ഷകളുടെ ഉത്തരക്കടലാസുകളാണ് നശിപ്പിക്കുന്നത്. ഇതിനായിട്ടുള്ള ഉത്തരവാണ് കഴിഞ്ഞ ദിവസം ഇറക്കിയത്. 642 കാറ്റഗറികളിലെ പരീക്ഷയുടെ ഉത്തരക്കടലാസുകളാണ് ഇത്തരത്തിൽ PSC നശിപ്പിക്കാനായിട്ട് തയ്യാറായിരിക്കുന്നത്. 1961 കേരള ഡിസ്ട്രിക്ട്സ് ഓഫ് റെക്കോർഡ്സ് നിയമനത്തിന് 2ാം വകുപ്പ് പ്രകാരമാണ് PSC ഇത്തരത്തിൽ ഉത്തരക്കടലാസുകൾ നശിപ്പിക്കുന്നത്. എന്നാൽ ഈ വേളയിൽ ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഉത്തരക്കടലാസുകൾ നശിപ്പിക്കുന്നത് സംശയാസ്പദമാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. ഇതിനെതിരെ രൂക്ഷമായ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉടലെടുത്തിട്ടുണ്ട്. PSC ചെയർമാൻ MR ബൈജുവിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് PSC ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു. ചെയർമാൻ MR ബൈജു രാജിവെക്കണമെന്ന ആവശ്യമാണ് യൂത്ത് കോൺഗ്രസ് പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെയാണ് പ്രഖ്യാപിച്ചത്. ഇന്നലെ നടന്ന നിർണായക മന്ത്രിസഭാ യോഗത്തിലാണ് ഇത്തരത്തിൽ PSC നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തും. ക്രൈംബ്രാഞ്ച് ആയിരിക്കും ഈ അന്വേഷണ ചുമതല, ക്രൈംബ്രാഞ്ചിനായിരിക്കുമെന്നും ഇന്നലെ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. എന്തായാലും വളരെയേറെ വിവാദങ്ങൾക്ക് വഴിവെച്ച ഒരു കാര്യമായിരുന്നു ഈ PSC തട്ടിപ്പ് എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഇത്തരത്തിൽ PSCയുടെ തന്നെ സുതാര്യതയെ വിശ്വാസ്യതയൊക്കെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കടന്നിരുന്നു. ഈ ആസൂത്രണ ബോർഡ് നിയമനങ്ങൾക്ക് പുറമെ നിരവധി പരീക്ഷകൾ ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്, അനധികൃത നിയമനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന ആരോപണങ്ങൾ പലതവണ ഉയർന്നിരുന്നു. കൂടാതെ മുഖ്യമന്ത്രിക്കടക്കം ഇത് സംബന്ധിച്ച് പരാതികൾ ലഭിച്ചിരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുവാനായിട്ട് മന്ത്രിസഭാ യോഗം തീരുമാനിക്കുന്നത്. അജിത ബീഗമാണ് ഇത്തരത്തിൽ ഈ ക്രൈംബ്രാഞ്ചിന്റെ ചുമതലയുള്ള അജിത ബീഗമാണ് ഈ അന്വേഷണത്തിന് ചുമതല വഹിക്കുന്നത്. കൂടാതെ SP DYSP റാങ്കിലുള്ള മറ്റുദ്യോഗസ്ഥരും ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള അന്വേഷണത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും. എന്തായാലും നിർണായകമായ തീരുമാനങ്ങൾ നടക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ 642 കാറ്റഗറിയിലുള്ള പരീക്ഷകളുടെ ഉത്തരക്കടലാസുകൾ റദ്ദാക്കാനുള്ള തീരുമാനത്തിലേക്ക് PSC എത്തിയിരിക്കുന്നത്. ഇതിനെതിരെ വളരെയേറെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. ഇതിനെതിരെ ഒരു കടുത്ത പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികളുടെ അടക്കം പ്രതീക്ഷകൾ നിൽക്കുന്ന ഒരു PSC പരീക്ഷ പേപ്പറുകൾ ഇത്തരത്തിൽ അതിൽ ക്രമക്കേടുകൾ ഉണ്ടാകുന്നു. അതിനെതിരെ രൂക്ഷ വിമർശനമുണ്ട്. ഉദ്യോഗാർത്ഥികൾക്കടക്കം വളരെയേറെ ആശങ്കകളും ആകുലതകളും ഒക്കെയുണ്ട്. എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന വേളയിൽ ഇതിന് കൃത്യമായ ഒരു നടപടി ഉണ്ടാകും, സുതാര്യമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും.